Hi dears, today we will be discussing the last topic of this AC circuit, AC through RLC circuit. So ഇതാണ് RLC circuit. ഇവിടെ എന്തുണ്ട്? R ഉണ്ട്, L ഉണ്ട്, C ഉണ്ട്. ഇവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് VR, VL, VC ഉണ്ട്. VR എന്ന് പറയുന്നത് I into R ആണ്, VL എന്ന് പറയുന്നത് I into XL ആണ്, VC എന്ന് പറയുന്നത് I into XC ആണ്. അപ്പോൾ ഇതിൻ്റെ ഫേസ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ സെയിം ഫേസ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. വിത്ത് റെസ്പെക്ട് ടു വോൾട്ടേജ് ആണ് ഞാൻ ഈ വരച്ചേക്കുന്നത്. ഈ ഇൻഡക്റ്റീവിൻ്റെ വരയ്ക്കുമ്പോൾ വോൾട്ടേജ് ഇങ്ങോട്ടാണെങ്കിൽ കറണ്ട് വിൽ ബി ലാഗിങ്. കപ്പാസിറ്ററിൻ്റെ വരയ്ക്കുമ്പോൾ വോൾട്ടേജ് ഇങ്ങോട്ടാണെങ്കിൽ കറണ്ട് വിൽ ബി ലീഡിങ്. ഇനി എനിക്ക് ഈ മൂന്ന് സർക്യൂട്ടിനെ കൂടെ ക്ലബ് ചെയ്തിട്ട് വേണം ഒരു ഫേസ് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കറണ്ട് സെയിം ആണ്, സീരീസ് സർക്യൂട്ടാണ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു കറണ്ടാണ് ഞാൻ വരയ്ക്കുന്നത്. അപ്പോൾ എൻ്റെ IR, IL, IC, അതായത് ഈ മൂന്നും സെയിം തന്നെയാണ്. I എന്ന് എടുത്താൽ മതി കേട്ടോ. ഇത് മൂന്നും ഇങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ നോക്കാം, VR ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ IR ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ VR ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് ഫസ്റ്റ് പടത്തിൽ നിന്ന്. രണ്ടാമത്തെ പടത്തിൽ നിന്ന് IL ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതപ്പോൾ ഈ സാധനം അങ്ങോട്ട് തിരിക്കണം. ഈ സാധനം അങ്ങോട്ട് തിരിക്കുമ്പം IL ഇവിടെ ആവും. അങ്ങനെയാണെങ്കിൽ VL എങ്ങോട്ടാവും? VL എങ്ങോട്ടാവും? മുകളിലേക്കാവും. ഓക്കെ ആണോ? ഇനി ഈ സാധനം IC ആണ് ഈ ഭാഗത്ത് വരേണ്ടത്. അപ്പോൾ ഞാനിതിനെ ഇങ്ങനെ തിരിച്ച്, അപ്പോൾ IC ഇങ്ങോട്ട് വരുമ്പോൾ VC താഴോട്ടായിരിക്കും. ഇത് ഇത്രയൊക്കെ മനസ്സിലാക്കാനുള്ളൂ. ഇനി ഇത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ബാക്ക് പോയി വീഡിയോസ് ഒന്ന് കാണണം കേട്ടോ, അപ്പോൾ അത് ക്ലിയർ ആവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫേസർ ഡയഗ്രാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ഫേസർ ഡയഗ്രാം ഇരിക്കുന്നത്. ഇതിനകത്ത് രണ്ട് കേസുകളാണുള്ളത്. ഓക്കെ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട. രണ്ട് കേസാണുള്ളത്. ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് XL ഗ്രേറ്റർ ദാൻ XC ആവുന്ന കേസും, രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് XC ഗ്രേറ്റർ ദാൻ XL ആവുന്ന കേസുമാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഈ പ്രോബ്ലം കിട്ടിക്കഴിയുമ്പോൾ XLും XCയും കണ്ടുപിടിക്കണം. എന്നിട്ട് അതിലേതാ വലിയ വാല്യൂ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ഈ കേസ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഇതാണ് ഗ്രേറ്റർ എങ്കിൽ, നമ്മളുടെ XL ആണ് ഗ്രേറ്റർ എങ്കിൽ നമ്മുടെ ഡയഗ്രം ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. VL മൈനസ് VC ആയിരിക്കും ഈ ഭാഗത്ത് വരുന്നത്. അതായത് ഈ ഡയഗ്രത്തിൽ നമ്മളിത് വരച്ചേക്കുന്നത് നെറ്റ് വോൾട്ടേജ് എടുത്തേക്കുന്നത്. ഈ ഭാഗമാണ് വലുതെങ്കിൽ ഈ ഭാഗത്തുള്ള സാധനം എന്ന് പറയുന്നത് VL മൈനസ് VC ആയിരിക്കും. ഇത് V ആണ്. പിന്നെ എപ്പോഴും പോലെ താഴത്തേത് VR ആണ്. ഇങ്ങനെ ഇരിക്കും ഫിഗർ. ഇനി XC ഗ്രേറ്റർ ദാൻ XL ആണെങ്കിലോ, സോറി ഇങ്ങനല്ല, താഴോട്ടാണ്. ഈ ഭാഗത്ത് VC മൈനസ് VL എന്ന് വരും, ഇത് VR എന്ന് വരും, ഇത് V എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻ എഴുതരുതോ? എന്താണ്? V സ്ക്വയർ ഇസ് ഈക്വൽ ടു VR സ്ക്വയർ പ്ലസ് VL മൈനസ് VC ദ ഹോൾ സ്ക്വയർ. ഇവിടെ വരുമ്പോഴോ V സ്ക്വയർ ഇസ് ഈക്വൽ ടു VR സ്ക്വയർ പ്ലസ് VC മൈനസ് VL ദി ഹോൾ സ്ക്വയർ. ഞാൻ രണ്ടും കൂടെ ഇങ്ങനെ അങ്ങ് പാരലലി എഴുതുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ V ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് VR എന്ന് പറയുന്നത് നമുക്കറിയാം I സ്ക്വയർ ഇൻറ്റു R സ്ക്വയർ പ്ലസ് ഇതിനകത്ത് സാധനം ഇട്ട് കൊടുക്കുമ്പോൾ IXL മൈനസ് IXC ദ ഹോൾ സ്ക്വയർ. എന്നിട്ട് ഇതിനകത്ത് നമുക്ക് I സ്ക്വയർ പുറത്തെടുക്കാൻ പറ്റും. R സ്ക്വയർ പ്ലസ് XL മൈനസ് XC ദ ഹോൾ സ്ക്വയർ. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ആവുന്നത് കേട്ടോ. അത് ഓപ്പൺ ചെയ്ത് നോക്കണം സംശയമുള്ളവർ. അപ്പോൾ ഇത് I എടുക്കാം. അപ്പോൾ ഇതിങ്ങനെ R സ്ക്വയർ പ്ലസ് XL മൈനസ് XC ദ ഹോൾ സ്ക്വയർ ഇൻറ്റു V എന്ന് കിട്ടും. അപ്പോൾ V/I എന്നുള്ളൊരു ഫോമിൽ നമുക്ക് എന്ത് ഇക്വേഷൻ കിട്ടി? R സ്ക്വയർ റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് XL മൈനസ് XC ദ ഹോൾ സ്ക്വയർ എന്ന് വന്നു. ഈ V/I എനിക്ക് എന്തെന്ന് വിളിക്കാം? Z എന്ന് വിളിക്കാം. അപ്പോൾ Z സ്ക്വയർ ഇസ് ഈക്വൽ ടു R സ്ക്വയർ പ്ലസ് XL മൈനസ് XC ദ ഹോൾ സ്ക്വയർ എന്ന് എനിക്ക് വന്നു. ഓക്കെ ആണോ? അതേപോലെ തന്നെ ഇവിടുത്തേതും എഴുതുക. ഇതേ സെയിം സ്റ്റെപ്പ് തന്നെ ആയിരിക്കും. V ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് I സ്ക്വയർ R സ്ക്വയർ പ്ലസ് IXC മൈനസ് IXL ദ ഹോൾ സ്ക്വയർ. I സ്ക്വയർ പുറത്തെടുത്ു. R സ്ക്വയർ പ്ലസ് XC മൈനസ് XL the whole square R square plus XC minus XL the
ഹോൾ സ്ക്വയർ വി ബൈ ഐ എന്ന് വന്നു. ദാറ്റ് ഈസ് ഇസഡ് വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് സി മൈനസ് എക്സ് എൽ ദി ഹോൾ സ്ക്വയർ. ഇപ്പം തന്നെ പഠിക്കണം. അതായത് എക്സ് എൽ ആണ് ഗ്രേറ്റർ എങ്കിൽ ഇക്വേഷൻ എന്താണ്? ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് സി സ്ക്വയർ. ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് സി ദ ഹോൾ സ്ക്വയർ. ഇപ്പുറത്താണെങ്കിലോ ആർ സ്ക്വയർ പ്ലസ് എക്സ് സി മൈനസ് എക്സ് എൽ ദി ഹോൾ സ്ക്വയർ. ഓക്കെ, ഇതാണ് സംഭവം. ഇനി ഇതിനകത്തുനിന്ന് നമുക്ക് ഇമ്പിഡൻസ് ട്രയാങ്കിൾ വരയ്ക്കാം. ഇമ്പിഡൻസ് ട്രയാങ്കിൾ വരയ്ക്കുമ്പം നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെ ഒരു ഫിഗർ ആയിരിക്കും കിട്ടുന്നത്. ഇവിടെ എക്സ് എൽ മൈനസ് എക്സ് സി, ഇവിടെ ഇസഡ്, ഇവിടെ ആറ്, ഇവിടുത്തേത് ഇത് ഇസഡ്, ഇത് എക്സ് സി മൈനസ് എക്സ് എൽ, ഇത് ആറ്. ഈ രണ്ടെണ്ണം നോക്കിയാലും ഇത് എന്തിനാണ് എഴുതുന്ന? പവർ ഫാക്ടർ കണ്ടുപിടിക്കാനാണ്. പവർ ഫാക്ടർ എപ്പോഴും എന്ത് തന്നെ കിട്ടും? ചെയ്ത് നോക്കണം കേട്ടോ. പവർ ഫാക്ടർ എന്ന് പറയുന്നത് കോസ് ബൈ രണ്ടിനും ചെയ്ത് പോകുമ്പോഴും നമുക്ക് എന്ത് തന്നെ കിട്ടുന്നത്? ആർ ബൈ ഇസഡ് തന്നെ കിട്ടുന്നത്. ആംഗിൾ എന്ന് പറയുന്നത് കോസ് ഇൻവേഴ്സ് ആർ ബൈ ഇസഡ്. ഫേസ് ആംഗിൾ എന്ന് പറയുന്നത് ഫൈ എന്ന് പറയുന്നത് കോസ് ഇൻവേഴ്സ് ആർ ബൈ ഇസഡ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവിടെ പഠിക്കാനുള്ള ഇക്വേഷൻ, ഇത്രയേ ഉള്ളൂ പഠിക്കാനുള്ളത് കേട്ടോ. താങ്ക് യു.